നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ പൂരുരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പം മീനക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം 15-ാം തീയതി വരെ സൂര്യൻ 3-ൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 15-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് വരുന്നത് അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത്. 15-ാം തീയതി വരെ 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫലമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നല്ല രീതിയിൽ ആരോഗ്യം വന്നു ചേരുക. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക. സ്ഥാനാന്തര പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ്. എങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് 15-ാം തീയതി വരെ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 4-ലേക്ക് വരുമ്പോൾ പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. തടസ്സങ്ങൾ വന്നു ചേരുക. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഗണപതി ഭഗവാനെയും മഹാദേവനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. മീനക്കൂറുകാർക്ക് 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മാത്രം നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 2-ാം ഭാവം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ധനപരമായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ധനവും വിലപ്പെട്ട രേഖകളും ഒക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊന്ന് പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെക്കുക, സൂക്ഷിച്ച് ഉപയോഗിക്കുക. 3-ൽ സൂര്യൻ നിൽക്കുമ്പോൾ പറഞ്ഞതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് ഈ 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മോശഫലം. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, മനോവിചാര വ്യാധികൾ വന്നു ചേരുക. അപ്പോൾ ഈ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 15-ാം തീയതി വരെ ബുധൻ 3-ൽ നിൽക്കുന്നത് കുറച്ച് മോശഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ ചൊവ്വയെ കൊണ്ടും സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയതെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മോശഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട്. 15-ാം തീയതിക്ക് ശേഷം ബുധൻ 4-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. കുടുംബത്ത് സ്വസ്ഥത വന്നു ചേരുക, ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. വ്യാഴം 3-ലാണ് നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. വിചാരിക്കാതെ ട്രാൻസ്ഫർ ലഭിക്കുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ കാര്യവിനാശം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഫലം നമ്മളിലേക്ക് വന്നു ചേരാത്തൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. മീനക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും മോശസ്ഥാനത്ത് നിന്നാൽ പോലും ശുക്രൻ 3-ലും 4-ലുമായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 13-ാം തീയതി വരെ 3-ൽ നിൽക്കുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സൂര്യനെ കൊണ്ട് ശത്രുനാശത്തെ സൂചിപ്പിച്ചു, ചൊവ്വയെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിച്ചു, ശുക്രനെ കൊണ്ടും ശത്രുനാശത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ സൂര്യനെ കൊണ്ടുള്ള ഫലമൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുമോ? മോശഫലം വന്നു ചേരുമോ? ആരും ആഗ്രഹിക്കണില്ല. ഇങ്ങനൊരു സംശയം നമുക്ക് ആർക്കും തോന്നാം. നമ്മളുടെ ജാതകപ്രകാരം ഏത് ഗ്രഹങ്ങൾക്കാണ് ബലാബലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ ഫലത്തിന്റെ ഒക്കെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും ശുക്രൻ 3-ൽ നിൽക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ധനലാഭം ഉണ്ടാവുക, ആജ്ഞാസിദ്ധി വന്നു ചേരുക. ആജ്ഞാസിദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ടൊരു സാമർഥ്യം വന്നു ചേരുക, ബഹുമാനസിദ്ധി വന്നു ചേരുക, കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുക. 13-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് വരുമ്പോഴും ഇന്ദ്രനെ പോലെയൊക്കെ ശക്തി ഉണ്ടാവുന്ന പറയാം. ഇന്ദ്രന്റെ അത്രയൊന്നും ശക്തി നിങ്ങൾക്കും എനിക്കും ആർക്കും ഉണ്ടാവില്ല, നമുക്ക് തന്നെ അറിയാലോ. എന്തായാലും നമ്മളുടെ ആയുസ്സും ഓജസ്സും ഒക്കെ കൂടും. അതേപോലെ തന്നെ ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരും, സുഖം അനുഭവിക്കാനിട വരും. 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കുറച്ചു കാലമായിട്ട് 12-ലാണല്ലോ ശനി. ഒരു ദുരിതം കഴിഞ്ഞു മറ്റൊന്ന് കഴിഞ്ഞു ഒന്നങ്ങോട്ട് തീർന്നു എന്ന് വിചാരിച്ചുമ്പോഴേക്കും വേറൊന്നും കൂടി തുടങ്ങുക. ഇങ്ങനെയുള്ളൊരു മോശഫലത്തെയാണ് 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം യസ്യ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. നാമജപത്തിന് അതിൻ്റെതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഫലമുണ്ടെന്നർത്ഥം.
നമ്മൾ എന്തായാലും കുറച്ച് സമയം കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. നാമം ജപിക്കുന്നതിന് പ്രായമൊന്നും ഒരു വിഷയമല്ല. നാമം ജപിക്കുമ്പോൾ നമ്മളിലേക്ക് അറിയാതെ വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങളുമുണ്ട്. നാമം ജപിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രമായിട്ടുള്ള മനസ്സും ശ്രദ്ധയും ഒക്കെ വന്നു ചേരും. ഏകാഗ്രതയുള്ള മനസ്സിന് മാത്രമേ, ശ്രദ്ധയുള്ള മനസ്സിന് മാത്രമേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഏകാഗ്രതയുള്ള മനസ്സും ശ്രദ്ധയും ഒക്കെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് ചെയ്യുവാൻ സാധിക്കുമല്ലോ. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കുമല്ലോ. നല്ല ഫലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവുമല്ലോ. നമുക്ക് സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചേർന്ന് നിൽക്കുന്നവർക്കും സന്തോഷം ഉണ്ടാവുമല്ലോ. നമ്മളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുമല്ലോ. നമ്മളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാനല്ലേ നിങ്ങളും ഞാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും നാമജപം ശീലമാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.